ഓണം എന്നുള്ള വാക്ക് നമ്മൾ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാലങ്ങൾക്ക് അതീതമായി, വേഷങ്ങൾക്ക് അതീതമായി, രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അതീതമായി മലയാളികൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഓണവാരാഘോഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം ഇതുപോലുള്ള പല വേദികളും അതിനേക്കാൾ വലിയ സദസ്സുകളും കൂട്ടായ്മകളും ആഘോഷങ്ങളും നടക്കുമ്പോൾ അതിനുമപ്പുറം വേറൊരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓണമെന്ന് പറയുമ്പോൾ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, സമാധാനം എന്നതിനപ്പുറം നമ്മൾ ഓർക്കുക മഹാബലി എന്നുള്ളൊരു പേരാണ്. അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് സമത്വമുണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഭരണാധികാരി. എനിക്ക് തോന്നുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക്, മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർക്കുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ആ മാവേലിയുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എങ്ങനെയാണ് ഭരിച്ചിരുന്നത്, അന്ന് കേരളം എന്തായിരുന്നു, സുന്ദരവും സുരഭിലവും സമത്വവും സമൃദ്ധിയും നിലനിന്നിരുന്ന ഒരു കേരളം, അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ മാറി വരുന്ന സർക്കാരുകൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൊണ്ടാടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആഘോഷങ്ങൾക്കപ്പുറമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു നല്ല ഭരണാധികാരി കാലങ്ങൾക്ക് അതീതമായി എന്നും ഓർമ്മിക്കപ്പെടും, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാബലി ആഘോഷിക്കുന്ന ഓണം. അപ്പം അതുകൊണ്ട് തന്നെ മലയാളികൾ ആഘോഷിച്ചിരുന്ന ഓണത്തിൻ്റെ എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ഈ മാറി വരുന്ന ഭരണ സംവിധാനത്തിലൂടെ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ കേരളം ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. എൻ്റെ ജന്മനാട് ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്. പക്ഷേ ഞാൻ വെനീസിൽ പോയിട്ടുണ്ട്. അവിടെ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വെനീസിനെ പടിഞ്ഞാറിൻ്റെ ആലപ്പുഴ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്.